2025 നമ്മൾ എത്തുകയാണ്. നമ്മളെല്ലായ്പ്പോഴും പറയും, സംവത്സരത്തിന്റെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഒരേ സൂര്യൻ തന്നെയാണെങ്കിൽ ഒരു ദിവസത്തിന് മറ്റൊരു ദിവസത്തേക്കാൾ വിശേഷത എന്താണ്? കാലഗണനയ്ക്ക് വേണ്ടി മനുഷ്യൻ തയ്യാറാക്കിയതാണ് കലണ്ടറുകൾ. ലോകത്ത് നൂറുകണക്കിന് കലണ്ടറുണ്ട്. എല്ലാ ദിവസവും ഏതെങ്കിലും കലണ്ടറിൽ പുതുവർഷമായിരിക്കും. ഞാൻ കോസ്മോപൊളിറ്റൻ പട്ടണത്തില് താമസിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ട്, മിക്ക ദിവസങ്ങളിലും നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റും. പെർമനന്റ് ആയിട്ട് ഫയർ വർക്ക്സ് വിൽക്കുന്ന കടകൾ കാണാം. ഞാൻ ആ കടക്കാരോട് ചോദിച്ചു, നമുക്ക് ക്രിസ്തുമസ്, ഈസ്റ്റർ, വിഷു, ദീപാവലി ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളാണ്. അപ്പൊ അവർ പറഞ്ഞ എല്ലാ ദിവസവും കച്ചവടമുണ്ട്. കാരണം എല്ലാ ദിവസവും ഒക്കെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ന്യൂ ഇയറും അങ്ങനെ സെലിബ്രേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇയർ റൗണ്ട് ഉള്ള കച്ചവടമാണ് വലിയ നഗരങ്ങളിൽ പടക്കങ്ങൾ അല്ലെങ്കിൽ വെടികെട്ട് ഉപകരണങ്ങളൊക്കെ വിൽക്കാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട് കച്ചവടം. അപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും കലണ്ടറിൽ പുതുവർഷമായിരിക്കും. ഇപ്പൊ ചൈനീസ് പുതുവർഷമുണ്ട്, ജപ്പാനീസ് പുതുവർഷമുണ്ട്, കൊറിയൻ പുതുവർഷമുണ്ട്, മലയാള വർഷമുണ്ട്, ചിങ്ങം 1. നമുക്കങ്ങനെ വർഷം മുഴുവൻ പുതുവർഷമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിസംബർ 31, 2025 എന്നൊന്നും പറയുന്നതിൽ വലിയൊരു പുതുമയില്ല. പക്ഷെ എങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒബ്സർവ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന കലണ്ടർ എന്ന നിലയ്ക്ക് 2025 പുതിയൊരു വർഷത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്താണ് നമ്മളെ 2025 കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, 2020 2019 ഡിസംബർ 31 വളരെ കാലം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ അന്യഭാഷയിൽ പറഞ്ഞു. രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്താണ്. ഇല്ല, ഞാൻ ദൈവത്തിൽ നിന്നൊരു ദൂത് പ്രാപിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ കോട്ടയത്തെ തങ്കു പ്രാപിച്ച ദൂത് 2020 പറ്റി വലിയ അനുഗ്രഹം കൊട്ടപ്പടി വരുന്നെന്ന് പറഞ്ഞു. കൊട്ടപ്പടി എയ്ഡ്സ് വന്നു, ലോകം മുഴുവൻ ലോറി കണക്കിന് ശവങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടു. അതേ കാര്യം കൊട്ടാരക്കര ടിനു ദൈവം പറഞ്ഞു 2020 അനുഗ്രഹമായിരിക്കുമെന്ന്. വലിയ ശാപം, വലിയ നാശം, വലിയ മരണം, വലിയ ലോകം മുഴുവൻ ബാധയായിപ്പോയി. പുതിയ പുതിയ ബിസിനസ്സുകൾ തുറക്കപ്പെടും, സഭകൾ വലുതാവും എന്നൊക്കെയാണ് ടിനു പ്രവചിച്ചത്. എന്നിട്ടും 4 വർഷത്തിനിപ്പുറത്തും ടിനുവിന്റെ മീറ്റിങ്ങിൽ ആളുകൾ കുറഞ്ഞിട്ടില്ല. കാരണം ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പുരോഹിതനും പ്രവാചകനും ഒരു കൈയായി നിന്ന് വ്യാജം പ്രവചിക്കുന്നു, അവർ ജനത്തെ ചൂഷണം ചെയ്യുന്നു, എന്റെ ആടുകൾ കവർച്ചയായി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ബൈബിളിലെ അടുത്ത വാക്യം എന്നാണെന്നറിയോ? അതാണ് എന്നെ ഏറ്റവും ലഹരി പിടിപ്പിച്ച ബൈബിൾ വാക്യം എന്ന് ഞാൻ പറഞ്ഞ അതാണ്. അടുത്ത വാക്യം എന്താ നിങ്ങൾക്കറിയോ? എന്റെ ജനത്തിനോ അതിഷ്ടവുമാകുന്നു. ഇതൊരു വലിയ ഫാക്റ്റാണ്. അതായത് യെരമ്യാ പ്രവാചകനാണ് പറഞ്ഞത്. അപ്പോൾ 2600 വർഷം മുമ്പ് പ്രവചിച്ചാണ്. 2600 വർഷം മുമ്പത്തെ പ്രവചനം പറയുന്നത് എന്റെ ജനത്തിനോ അതിഷ്ടവുമാകുന്നു. ഇപ്പൊ ഈ തട്ടിപ്പുകളെ പറ്റി, വ്യാജ സിദ്ധന്മാരെ പറ്റി, ദൈവങ്ങളെ പറ്റി, കള്ള സ്വാമിമാരെ പറ്റി, കള്ള പാസ്റ്റർമാരെ പറ്റിയൊക്കെ എന്തോ ഒരു വാണിങ്ങും എന്തോ ഒരു ക്യാമ്പയിനിങ്ങും ഇപ്പൊ യൂട്യൂബിലൊക്കെ ചില ചാനലുകൾ കുത്തിയിരുന്ന് പറയാം. പക്ഷെ ഒരു വിശേഷവും ഇല്ല. കാരണം 2600 വർഷം മുമ്പ് പ്രവാചകനായ യെരമ്യാവ് മനുഷ്യ ഹൃദയത്തെ പറഞ്ഞു. ഹൃദയം ഏറ്റവും വിഷമുള്ളതാണ്, കപടത നിറഞ്ഞതാണ്. അപ്പൊ ഏറ്റവും ഹെവിലി പോയിസണസ് ആണ് മനുഷ്യ ഹൃദയം. അതുകൊണ്ട് ജനത്തിന് അത് ഇഷ്ടമാണ്. ഈ സൈക്കോളജി മനസ്സിലായിട്ടാണ് ഈ തട്ടിപ്പുകാർ വീണ്ടും വീണ്ടും തട്ടിപ്പുകൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാൾ എക്സ്പോസ്ഡ് ആയാൽ ഉടനെ അയാളുടെ ബിസിനസ് പൊളിയത്തൊന്നുമില്ല, അത് കൂടത്തേ ഉള്ളൂ. ഇപ്പൊ ഷമീർ കൊല്ലം എന്ന് പറഞ്ഞ പെന്തക്കോസിലെ ഒരു പാസ്റ്റർ, അവൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ച സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് അവിടുന്ന് സ്തോത്രകാഴ്ച മേടിച്ച് കാറ വെച്ചുകൊണ്ട് വരുമ്പോൾ ഓൺ ദ വേയിൽ സ്തോത്രകാഴ്ച വെച്ചൊരു പെണ്ണിനെ വളയ്ക്കാൻ നോക്കി. കൊല്ലത്ത് വെച്ച് അവൻ വില പറഞ്ഞ പെണ്ണ് വനിതാ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. സംഗതി പുലിവാലായി, കേസായി, സകല പത്രത്തിലും വാർത്ത വന്നു. പക്ഷെ ഇന്നും പെന്തക്കോസിൽ വിശുദ്ധനാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ അനീഷ് കാവാലം പെന്തക്കോസിലെ വലിയൊരു പാസ്റ്ററാണ്. അദ്ദേഹത്തെ പറ്റി വലിയ ലൈംഗിക ആരോപണ തെളിവുകളടക്കം i2i ചാനല് പുറത്തു കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം വിശുദ്ധനാണ്. ഇപ്പോഴും പെന്തക്കോസുകാർക്ക് സ്വീകാര്യനാണ്, അഭിമതനാണ്. ആരും അനഭിമതരാകുന്നില്ല. ഇപ്പൊ പിന്നെ ടിനു ജോർജിനെതിരായിട്ട് അല്ലെങ്കിൽ ജോൺ താരൂരിനെതിരായിട്ടൊക്കെ ചില പെന്തക്കോസുകാര്
നിലവിളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു ഇതിന്റെ എല്ലാം ഒരു രത്ന ചുരുക്കം പ്രവാചകനായ യെരമ്യാവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജനത്തിന് ഇത് ഇഷ്ടമാണ്. അവരെ ഇച്ചിരി കളിപ്പിക്കുന്നതും അവരെ ഇച്ചിരി വഞ്ചിക്കുന്നതും അവരെ ഇച്ചിരി ചൂഷണം ചെയ്യുന്നതും അവർക്ക് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അവർക്കത് ഇഷ്ടമാണ്. പണ്ട് പിന്നെ കോട്ടയത്ത് ഞാൻ പോയൊരു ബസ്സില് ഒരു പെണ്ണിനെ ഒരുത്തൻ ശല്യപ്പെടുത്തുക. ഇങ്ങനെ ഉണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾ ഫ്രണ്ട് നിൽക്കുമ്പോൾ പറയുന്ന ആണുങ്ങൾ തോണ്ടുക പിടിക്കുക. അപ്പൊ കണ്ടക്ടർ ഇത് കണ്ടു. കണ്ടക്ടർ രോഷാകുലനായ ചെറുപ്പക്കാരൻ എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട കണ്ടക്ടറാണ്. പുള്ളി പിടിച്ച് ചൂടായി. അവസാനം കളിച്ചു പിടിച്ച് വന്ന പിള്ളേർക്ക് പെണ്ണ് വെക്കുക, തനിക്ക് അതിന് സൂക്കേടാ എന്ന് പറഞ്ഞാൽ അവനൊന്ന് തോണ്ടുന്നു. ഇവർക്ക് താല്പര്യമായിരുന്നു, അവള് തോണ്ടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കണ്ടക്ടർ കയറി ഇടപെട്ടത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് പൊതുസമൂഹം. അല്പം വഞ്ചന, അല്പം ചതിവ്, അല്പം കളിപ്പീരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾക്കൊന്നും അർത്ഥമില്ല. അതുകൊണ്ട് 2025 സംബന്ധിച്ച് പ്രവചിക്കാം നമുക്ക്. 2025 എങ്ങനെയായിരിക്കും?